പാർലമെന്റിന്റെ വിന്റർ സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. ഈ സമ്മേളന കാലത്ത് പാർലമെന്റിന്റെ രണ്ട് സഭകളിലും ഇന്നലെ പാർലമെന്റിന് പുറത്തും ഉണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പ്രധാന ഉത്തരവാദി അല്ലെങ്കിൽ പ്രധാന കാരണം ഭരണകക്ഷിയായ BJPയുടെ അഹന്തയും അഹങ്കാരവുമാണ്. സാധാരണഗതിയിൽ ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണകക്ഷി അല്പം വിനയവും ഒതുക്കവും പ്രകടിപ്പിക്കാറുണ്ട്. അത് BJPക്ക് തീരെയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അഹങ്കാരം അത് വളർന്ന് അവസാനം ജനാധിപത്യ വിരുദ്ധതയിലേക്ക് നീങ്ങുകയാണ്. ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചത്? സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഇന്ന് ലോക്സഭയിൽ ഒരു അവകാശ ലംഘന പ്രമേയത്തിന് ഭരണപക്ഷം നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതിന് കാരണമായിട്ട് പറയുന്നത് ഭരണഘടനാ ചർച്ചയ്ക്ക് അവസാനം രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ അംബേദ്കർ വിരുദ്ധ പ്രസംഗം അല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസംഗം അത് വളച്ചൊടിച്ചു എന്നുള്ളതാണ്. അതുമാത്രമല്ല, അതിൻ്റെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ അന്വേഷണ വിധേയമായി രാഹുൽ ഗാന്ധിയെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം എന്ന അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമായ ആവശ്യമാണ് ഇന്നിപ്പോൾ ഭരണപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ അവകാശ ലംഘന പ്രമേയം കൈകാര്യം ചെയ്യുക പ്രിവിലേജ് കമ്മിറ്റിയാണ്. അവകാശ ലംഘനം നോക്കുന്നൊരു സമിതിയുണ്ട് പാർലമെന്റിന്. അവരായിരിക്കും ഇത് പരിഗണിക്കുക. ആ സമിതിക്ക് സഭ ഈ പ്രമേയം വിടുകയാണെങ്കിൽ അവിടെ തീർച്ചയായും ഭരണപക്ഷത്തിന് ഭൂരിപക്ഷമുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ രീതി. അപ്പോൾ ആ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചേക്കാം. ഒരിക്കൽ അവര് സഭയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതാ, ലോക്സഭയിൽ നിന്ന്. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു കോടതി വിധിയുടെ ബലത്തിന്. ഈ രീതിയിലേക്ക് നമ്മുടെ ഭരണകക്ഷിയുടെ അല്ലെങ്കിൽ NDA നയിക്കുന്ന പാർട്ടിയുടെ ജനാധിപത്യ വിരുദ്ധ സ്വഭാവം അപകടകരമായ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തമായി ഭൂരിപക്ഷം പോലുമില്ലാത്ത ഒരു പാർട്ടിയാണ് ഇന്ന് ഗവൺമെന്റിനെ അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്നത്. അവര് ADU, TDP എന്നീ രണ്ട് കക്ഷികളിൽ നിന്ന് കടം കൊണ്ട MP-മാരുടെ ഭൂരിപക്ഷത്തിലാണ് ഭരിക്കുന്നതെന്ന് അവർ ഓർക്കുന്നേയില്ല. ഇതാണ് വാസ്തവം എന്നിരിക്കെ അവരുടെ അഹങ്കാരത്തിനോ അഹന്തയ്ക്കോ അല്ലെങ്കിൽ അവരുടെ തന്നിഷ്ടത്തിനോ യാതൊരു കുറവും കാണുന്നില്ല. കൽപ്പോന്ത കാലത്തോളം ഞങ്ങളാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്ന ഭാവത്തിലാണ് BJP പെരുമാറുന്നത്. ഭരണവും പാർലമെന്റും ഒക്കെ അവർക്ക് തറവാട് സ്വത്തായി കിട്ടിയതാണെന്നാണ് BJP കരുതുന്നത്. പാർലമെന്റ് എങ്ങനെ നടക്കണം, ആരൊക്കെ സംസാരിക്കണം, ഏതു തരത്തിൽ സംസാരിക്കണം എന്നൊക്കെ ഞങ്ങളങ്ങ് തീരുമാനിക്കും, BJP തീരുമാനിക്കും. ബാക്കിയുള്ളവർ അനുസരിച്ചാൽ മതി. പ്രതിപക്ഷം ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി. എത്ര ഉന്നതരായാലും, നെഹ്റു ആയാലും, അംബേദ്കർ ആയാലും ഞങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ അവരെ അപകീർത്തിപ്പെടുത്തും, അവരെ അപമാനിക്കും, അവഹേളിക്കും. ആ നിലയിലാണ് പാർലമെന്റിനുള്ളിൽ BJPയുടെ മുഷ്കത്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അഹങ്കാരത്തിന്റെയോ അഹന്തയുടെയോ കാര്യത്തില് BJPയിൽ ആരും പിന്നിലല്ല. മോദി മുതൽ താഴോട്ട് അമിത്ഷാ, മറ്റു മന്ത്രിമാര്, അംഗങ്ങള്, ഇവരാരും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ഇപ്പൊ തന്നെ അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പ്രസംഗം, അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം ഒന്ന് നോക്കൂ. ഇത് അംബേദ്കർ അവഹേളനം അല്ല എന്ന് ആരും പറയുന്നില്ല. അംബേദ്കറിനെ അപമാനിക്കുന്നതാണ് ആ പ്രസംഗം എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും അത് തിരുത്താൻ തയ്യാറാവുന്നില്ല BJP ഭരണകക്ഷം. അമിത്ഷായെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെ അദ്ദേഹത്തിന് അനുകൂലമായ രക്ഷാപ്രവർത്തനവുമായിട്ട് പ്രധാനമന്ത്രി മോദി, BJP പ്രസിഡന്റ് നഡ്ഡ, മറ്റ് മന്ത്രിമാരൊക്കെ രംഗത്ത് വന്നു. അവർക്കാർക്കും അമിത്ഷായുടെ പ്രസംഗത്തെ ന്യായീകരിക്കാൻ സാധിക്കുന്നില്ല. അതിന് വരെ അവർ മറ്റു പലതും പറയുകയാണ്. പ്രസംഗം വളച്ചൊടിച്ചു, കോൺഗ്രസിന് പണ്ട് അംബേദ്കറിനോട് പ്രിയമുണ്ടായിരുന്നില്ല, അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മുതലായ കാര്യങ്ങൾ പറയുന്നതല്ലാതെ രാജ്യസഭയിൽ അമിത്ഷാ അംബേദ്കറിനെ അപമാനിച്ച ആ പ്രസംഗം പിൻവലിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ മാപ്പ് പറയാനോ ഖേദം പ്രകടിപ്പിക്കാനോ അമിത്ഷാ തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തെ അതിന് നിർബന്ധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കൾ പോലും അതിന് തയ്യാറാകുന്നില്ല. അതാണ്, ആ അഹങ്കാരമാണ്
ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിലും പാർലമെന്റിന് പുറത്തുമുണ്ടായ സംഭവവികാസങ്ങൾക്ക് കാരണമായത്. ഇത്തരം സന്ദർഭങ്ങളിൽ തെറ്റുണ്ടായാൽ ആർക്കും വീഴ്ചകൾ സംഭവിക്കാം. അപ്പോൾ തിരുത്തുകയാണ് വേണ്ടത്, അതങ്ങ് സമ്മതിക്കുകയാണ് വേണ്ടത്. ഈ പ്രസംഗം നടത്തിയ അമിത്ഷാ പോലും എന്താണ് പറഞ്ഞത്? എന്റെ പ്രസംഗം വളച്ചൊടിച്ചു, തിരിച്ചു, പിരിച്ചു എന്നൊക്കെയാണ്. അതിനപ്പുറത്ത് അതിനൊരു ന്യായീകരണം അദ്ദേഹത്തിന് പോലുമില്ല. അതുകൊണ്ട് എന്താണ് ഉണ്ടായത്? പാർലമെന്റിന്റെ പുറത്ത് സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു, MP-മാർ തമ്മിൽ കയ്യാങ്കളിയോളം എത്തുന്ന സംഘർഷം. അത് മാത്രമല്ല, ഇത് അഖിലേന്ത്യാ വ്യാപകമായ ഒരു പ്രതിഷേധമായിട്ട് വളരുകയാണ്, ഒരു പ്രക്ഷോഭത്തിന് കാരണമായി തീരുകയാണ്. ഇന്നലെ തന്നെ UP, കർണാടക മുതലായ നിയമസഭകളിൽ അതിശക്തമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനെതിരായിട്ടുള്ള വികാരം ഉയർന്നു, സംഘർഷമുണ്ടായി അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ തമ്മില്. ഇത് ഒഴിവാക്കാവുന്നതായിരുന്നു. അതിന് സാധിക്കാതെ പോയത് BJPയുടെ അഹന്തയും അഹങ്കാരവും തന്നിഷ്ടവും കൊണ്ടാണ്. അംബേദ്കറിന്റെ ദർശനങ്ങളെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നവരല്ല BJP, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ തുറന്നെതിർക്കാനുള്ള ധൈര്യമില്ല. അതിനുള്ള ചങ്കൂറ്റമുണ്ടെങ്കിൽ അംബേദ്കറിന്റെ നിലപാടുകളും ദർശനങ്ങളും ശരിയല്ല എന്ന് പറയാൻ തയ്യാറാവുകയാണ് വേണ്ടത്. അതിനവർക്ക് സാധിക്കുന്നില്ല രാഷ്ട്രീയമായ കാരണങ്ങളാൽ. അതിനുവരെ എന്താ ചെയ്യുന്നത്? അംബേദ്കറിനെ വളരെ ഭംഗ്യന്തരേണ ഇത്തരത്തിൽ അപമാനിക്കുന്നു അല്ലെങ്കിൽ അവഹേളിക്കുന്നു. അംബേദ്കർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴൊരു ഫാഷനായിരിക്കുകയാണ്. ഇങ്ങനെ അംബേദ്കർ അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ദൈവനാമം ഉച്ചരിച്ചിരുന്നു എങ്കിൽ ഇവർക്കൊക്കെ 7 ജന്മം സ്വർഗം ലഭിക്കുമായിരുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അങ്ങനെയാണോ അംബേദ്കറിനെ പോലെ 10,000 ലക്ഷങ്ങൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റി ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി സംസാരിക്കേണ്ടത്? ഇതുകൊണ്ടൊക്കെ BJP എന്താണ് നേടുന്നത്? പാർട്ടിയുടെ നേതൃത്വം ഗൗരവപൂർവം ആലോചിക്കേണ്ടത് അതാണ്. നമുക്കറിയാം BJPയുടെയും സംഘപരിവാറിന്റെയും ചരിത്രം. അവർക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടോ അഭിമാനകരമായ യാതൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു പൈതൃകം അവകാശപ്പെടാൻ ഒന്നുമില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞ് കത്തെഴുതി കൊടുത്ത് രക്ഷപ്പെട്ട കഥ മാത്രമേ പറയാനുള്ളൂ. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? സ്വന്തമായിട്ട് അഭിമാനിക്കാൻ ഒന്നുമില്ലാതാവുമ്പോൾ, ചരിത്രത്തിന്റെ പിൻബലം ഇല്ലാതാകുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരെ റാഞ്ചാൻ ശ്രമിക്കുക, അടിച്ചു മാറ്റാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഉന്നത ശീർഷന്മാരായ നേതാക്കളിൽപ്പെട്ട സർദാർ വല്ലഭായ് പട്ടേലിനെ സ്വന്തമാക്കാൻ BJP ശ്രമിച്ചത്. അത് അക്കാര്യത്തിൽ ഏതാണ്ട് ഒരു വിജയിക്കുകയും ചെയ്തു കേട്ടോ. അതുപോലെ തന്നെയായിരുന്നു അംബേദ്കറിന്റെ കാര്യവും. ദളിത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച അംബേദ്കറിന്റെ ദർശനങ്ങൾ ഒരു മാർഗനിർദ്ദേശകമായി സ്വീകരിച്ച ബഹുജൻ സമാജ് പാർട്ടിയെ പോലുള്ള കക്ഷികൾ, മായാവതി, അവർക്കൊക്കെ ദൗർബല്യം നേരിട്ടപ്പോ BJP വളരെ തന്ത്രപൂർവം അംബേദ്കറിനെ BJP രാഷ്ട്രീയവുമായിട്ടൊന്ന് സമന്വയിപ്പിക്കാൻ നോക്കിയതാ. അതിലങ്ങനെ ഒന്ന് തുടങ്ങി വെച്ചതാ. സംവരണം, അതുപോലെ ദളിത് ക്ഷേമ പ്രവർത്തനങ്ങള്, ഭരണഘടനാ ദിനം, ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഈ അംബേദ്കറിന്റെ ലെഗസിയെ അല്ലെങ്കിൽ പാരമ്പര്യത്തെ, പൈതൃകത്തെ സ്വന്തമാക്കാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് അമിത്ഷായുടെ ഈ വിവരം കെട്ട പ്രസംഗം അവർക്ക് വലിയ വിനയായിട്ട് മാറിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഐറണി എന്ന് പറയുന്നത്, അംബേദ്കറിന്റെ ആരാധകരെ സന്തോഷിപ്പിക്കാനും സൂചിപ്പിക്കാനും വേണ്ടി കൂടി പാർലമെന്റിൽ സംഘടിപ്പിച്ച ഈ ഭരണഘടനയുടെ 75-ാം വർഷം, മഹത്തായ 75 വർഷത്തെ യാത്ര, ആ ചർച്ചയ്ക്ക് അവസാനം അമിത്ഷാ മറുപടി പറയുമ്പോഴാണ് അവരുടെ ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തിരിച്ചടിയാവുന്ന ഒരു പ്രസംഗം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. അംബേദ്കറിനെ സ്വന്തമാക്കാനുള്ള ഈ നീക്കങ്ങളെല്ലാം അമിത്ഷായുടെ ഒരൊറ്റ പ്രസംഗത്തോടുകൂടി പൊളിഞ്ഞ് പാളിഷായിരിക്കുകയാണ്. ഇനി ഡൽഹിയിലും ബീഹാറിലുമൊക്കെ തെരഞ്ഞെടുപ്പ് ഉടനെ നടക്കാൻ പോവുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു നിമിഷത്തെ പ്രസംഗത്തിലൂടെ BJPയുടെ ദളിത് വിരുദ്ധ, അവരുടെ അംബേദ്കർ വിരുദ്ധ നിലപാട് മറ നീക്കി പുറത്തു വന്നിരിക്കുന്നത്. അഹങ്കാരത്തിന്റെ ഫലമാണ്, അഹന്തയുടെ ഫലം. അതൊക്കെ തലയ്ക്ക് പിടിച്ചാലുണ്ടല്ലോ, പിന്നെ വേറെ വഴിയില്ല, രക്ഷയില്ല.
നടപ്പ് പാർലമെന്റ് സമ്മേളനത്തിലുടനീളം നമ്മൾ കണ്ടത് ഈ BJP അഹങ്കാരമാണ്, അല്ലെങ്കിൽ തന്നിഷ്ടമാണ്. ഈ സമ്മേളനം കൊണ്ട് അവരെന്താണ് നേടിയത്? ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പാണ് ഗൗതം അദാനിക്കെതിരായിട്ട് അമേരിക്കയിൽ ഒരു കേസ് ഉണ്ടായത്. അവിടുത്തെ പ്രോസിക്യൂട്ടർമാര് അദാനിക്കെതിരെ തട്ടിപ്പ്, അഴിമതി, കൈക്കൂലി മുതലായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസ് നൽകിയിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, ഇന്ത്യയെ ബാധിക്കുന്നതാണ്. അപ്പൊ കോൺഗ്രസ്, പ്രതിപക്ഷം, ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടു ഇത് ചർച്ച ചെയ്യണമെന്ന്. എന്ത് ചെയ്താൽ ഇത് ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറല്ല. എന്തുകൊണ്ടാണത്? എന്താ, ഗൗതം അദാനി BJPയുടെ അമ്മാച്ചനാണ്? അദ്ദേഹത്തിന്റെ ബിസിനസ് ഇടപാടുകളെ കുറിച്ച് ചർച്ച ചെയ്താൽ BJPക്ക് എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നത്? എന്തോ നഷ്ടപ്പെടാനുണ്ട്. അതുകൊണ്ടാണല്ലോ ചർച്ച ചെയ്യാതിരുന്നത്. ആ ചർച്ച നടത്തിക്കാതിരിക്കുന്നതിൽ അവർ വിജയിച്ചു. അതിന് പകരം എന്താ, കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു ജോർജ് സോറോസ് എന്ന് പറഞ്ഞ ഒരു അജ്ഞാത കഥാപാത്രം, ചില യക്ഷിക്കഥകളിലെ കഥാപാത്രം പോലെ അദ്ദേഹത്തെ അവതരിപ്പിച്ചു. അതിന്റെ പേര് പറഞ്ഞ് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ കുറെ പുലഭ്യം പറഞ്ഞു. അതല്ലാതെ എന്ത് നേട്ടമാണ് ഉണ്ടായത്? BJP അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരു നിയമനിർമ്മാണമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു നിയമനിർമ്മാണ നീക്കമാണത്. ആ ബില്ല്, ഭരണഘടനാ ഭേദഗതി ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നതിന് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപക്ഷേപം വന്നു. അതിന്മേൽ വോട്ടെടുപ്പ് നടന്നു. എന്താ സംഭവിച്ചത്? 20 BJP അംഗങ്ങൾ, 4 മന്ത്രിമാരടക്കം, നിതിൻ ഗഡ്കരി അടക്കം 4 മന്ത്രിമാർ ഉൾപ്പെടെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. എന്താണ് ഇന്ത്യ കണ്ടത്? BJPയുടെ ദൗർബല്യം. BJPക്ക് അവരുടെ MP-മാരെ പോലും ഈ ബില്ലിന് അനുകൂലമായി അണിനിരത്താൻ സാധിക്കുന്നില്ല എന്ന പച്ച പരമാർത്ഥം. അതിൽ നിന്ന് ഒന്നുകൂടി വ്യക്തമായി, ഈ ബില്ല് ഇതൊരു ഭരണഘടനാ ഭേദഗതി ബില്ല. ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷം വേണം. അത് BJPക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്നും വ്യക്തമായി. അതുപോലെ ഭരണഘടനാ ചർച്ച നടത്തി. എന്താണ് ഉണ്ടായത്? ഭരണഘടനയുടെ പേരിലോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിലോ ഈ പാർട്ടിക്ക്, BJPക്ക് അഭിമാനിക്കത്തക്കതായി ഒന്നുമില്ല എന്ന് ഇന്ത്യയുടെ മുമ്പിൽ വെളിവാകപ്പെട്ടു. അത് മാത്രമായിരുന്നു ഈ ചർച്ചയുടെ അന്തിമമായ ഫലം. ഏറ്റവും അവസാനം രാജ്യസഭയിൽ ആ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ടുള്ള അമിത്ഷായുടെ പ്രസംഗം, നമ്മൾ അതിനെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് BJPക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ദളിത് രാഷ്ട്രീയത്തില് അവരുണ്ടാക്കാൻ ശ്രമിച്ച സ്വാധീനം, അതിന് നടത്തിയ ശ്രമങ്ങൾ അമ്പെ പാളിപ്പോയി എന്നുള്ളതാണ് അതിൽ നിന്ന് സംഭവിച്ചത്. അവസാനം പാർലമെന്റിന്റെ മുമ്പില്, കവാടത്തില് അംഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാക്കി. അതുപോലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രാജ്യസഭയുടെ അധ്യക്ഷനെതിരായിട്ട് അവിശ്വാസ പ്രമേയം വരിക. ജഗദീപ് ധൻഖർ, ഇതുപോലെ പക്ഷപാതപരമായി പെരുമാറുന്ന ഒരു ചെയർമാൻ രാജ്യസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അവസാനം ആ പ്രമേയം അങ്ങ് തള്ളിക്കളഞ്ഞു. ജഗദീപ് ധൻഖറുടെ പേരെഴുതിയപ്പോൾ അതിന്റെ കുത്തും കോമയും ശരിയല്ല, 14 ദിവസത്തെ നോട്ടീസ് വേണം മുതലായ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞു. പക്ഷേ അത് രാജ്യസഭയിൽ BJPക്ക് ഉണ്ടായ ഒരു വലിയ വിശ്വാസ തകർച്ചയുടെ ലക്ഷണമായിരുന്നു. അതുപോലെ പാർലമെന്റിന്റെ കവാടമായ മകരദ്വാർ, അവിടെ ഇന്നലെ നടന്ന സംഭവവികാസങ്ങൾ, MP-മാർ തമ്മിൽ കയ്യാങ്കളിയോളം എത്തിയ ഒരു അവസ്ഥ, ഇതിന് കാരണക്കാരാരാ? അമിത്ഷായുടെ ഈ അംബേദ്കർ വിരുദ്ധ പ്രസംഗത്തിൽ നിന്ന് പാർലമെന്റിന്റെയും രാജ്യത്തിന്റെയും ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വളരെ ബോധപൂർവം BJP അംഗങ്ങളെ ഒരു പ്രക്ഷോഭ രംഗത്തേക്ക് ഇറക്കി വിടുകയായിരുന്നു. അത് ചെയ്തത് ആരാണ്? മോദിയാണോ? അമിത്ഷായാണോ? ആരാണ് അതിന്റെ പിന്നിൽ? ആവശ്യമില്ലാത്തൊരു സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു ശ്രദ്ധ തിരിച്ചുവിടുന്നതിന്. മല്ലികാർജുന ഖാർഗെ, പ്രതാപ് ചന്ദ്ര സാരംഗി, മുകേഷ് രാജ്പുത് മുതലായ MP-മാർക്ക് പരിക്ക് പറ്റി. ഇതിന്റെ പേര് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഒരു കേസെടുത്തിരിക്കുക. അതായത് അദ്ദേഹമാണ് പ്രതാപ് ചന്ദ്ര സാരംഗിയെ തള്ളിയിട്ടതെന്നാണ് BJP പറയുന്നത്. വധശ്രമത്തിനാണ് അവര് കേസ് കൊടുത്തത്. ഇപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് കേസെടുത്തു, പല വകുപ്പുകൾ ചേർത്തിട്ട്. പക്ഷേ ഈ വധശ്രമം അങ്ങ് ഒഴിവാക്കി. പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത BJPക്കാരേക്കാൾ ബുദ്ധിയും ബോധവും വിവരമുള്ളവരാണ് അവിടെ ഇരിക്കുന്ന കോൺസ്റ്റബിൾമാര്,
എന്ന് തെളിഞ്ഞു. അവര് വധശ്രമത്തിനുള്ള കേസെടുക്കുന്നതിന് തയ്യാറായില്ല, വിസമ്മതിച്ചു. ഖാർഗെ ആരോ തള്ളിയിട്ടു, അദ്ദേഹത്തിന് മുട്ടിന് പരിക്ക് പറ്റിയെന്നാ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു പരാതി ഈ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പോലും ഒരു നടപടിയെടുക്കാൻ, കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഈ കേസ് വഴി രാഹുൽ ഗാന്ധി അങ്ങ് തൂക്കിലിടാമെന്നാണ് BJP-ക്കാർ വിചാരിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ അത് നടന്നില്ല. അതിനു പകരം അദ്ദേഹത്തെ ലോകസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യിക്കുന്നതിനുള്ള നീക്കമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അവകാശ ലംഘന പ്രമേയത്തിലൂടെ ഇപ്പോൾ അവരെ ലക്ഷ്യമിടുന്നത്. മറ്റൊന്നുകൂടി സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ സ്പീക്കർ ഓം ബിർള, അദ്ദേഹത്തിന്റെ കല്ലേ പിളർക്കുന്ന ഒരു കൽപ്പന പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി പാർലമെന്റിന്റെ കവാടങ്ങളിൽ ആരും യാതൊരു വിധത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും നടത്താൻ പാടില്ല. ഏറ്റവും എളുപ്പമായ കാര്യം അതാണ്. സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നത് തടയാൻ അത്തരം പ്രതിഷേധങ്ങളെ തടയുക, മുളയിലെ നുള്ളുക. ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷ MP-മാര് വിജയ് ചൗക്കിൽ നിന്ന് പാർലമെന്റ് മന്ദിരത്തിലേക്ക് പ്രകടനമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അമിത്ഷായുടെ അംബേദ്കർ അവഹേളന പ്രസംഗം പിൻവലിക്കണം, അദ്ദേഹം രാജിവെക്കണം, മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. സ്പീക്കറല്ല ആര് പറഞ്ഞാലും ഇത് ജനാധിപത്യ ഇന്ത്യയാണ്. ഇന്ത്യയിൽ പ്രതിഷേധിക്കുന്നതിനുള്ള അവകാശം തടയുന്നതിന് ആർക്കും സാധിക്കില്ല.